ചേട്ടാ ആശാഭവനിലേക്ക് ഒരു നല്ലൊരു പ്രവർത്തനമാണ്. നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ വലിയ പാർട്ടിയായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അല്ല ചോദ്യം ഒരുപാട് നിരാലംബരായിട്ടുള്ളവർക്കൊപ്പമാണ് ഈ ബർത്ത്ഡേ ആഘോഷം എന്താ പറയാനുള്ളത്? നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ 2-3 പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം പ്രധാനത്തുള്ളതുകൊണ്ട് വരാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷം. കാരണം എല്ലാ പ്രാവശ്യം ഇവർ പറയും ആള് വരാറില്ലല്ലോ. ഈ പ്രാവശ്യം വരാൻ പറ്റി. നാളെ ഇവിടെ ഇല്ല. നാളെയാണ് ആക്ച്വലി ബർത്ത്ഡേ 25th. അതുകൊണ്ട് ആണ് നമ്മൾ ഇന്ന് ഇത് നടത്തിയത്. അല്ലെങ്കിൽ 25th നടത്തിയിട്ടേ പോകുള്ളൂ. നാളെ ട്രാവലിംഗ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് നടത്തിയത്. ഫിസിക്കലി വരാൻ പറ്റിയതാണ് എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത്. ഇത് എപ്പോഴും ചെയ്യുന്നൊരു സംഭവമാണ്. ന്യൂ ഇയറിന് നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എല്ലാ ന്യൂ ഇയറും. ആക്ച്വലി ഇതിന് എഫേർട്ട് എടുക്കുന്നത് ഞാനല്ല, നമ്മുടെ ഇതൊരു ചെറിയ കുറെ നാളായിട്ടുള്ളതാണ് രജിസ്റ്റേർഡ് ഫാൻസ് അസോസിയേഷൻ. അവര് പിള്ളേരാണ് ഇതിനകത്ത് എഫേർട്ട്. ഞാൻ ഒരു പക അറിഞ്ഞിട്ടില്ല. ഈ ഇദ്ദേഹത്തെ കൊണ്ട് ബിരിയാണി വയ്പ്പിച്ച പോലും നമുക്ക് വേണ്ടി ബിരിയാണി വയ്ക്കാൻ വന്നത് ഒരു തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന റെസ്റ്റോറന്റ് ഓണറാണ്. അദ്ദേഹം പിന്നെ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വന്നതാണ്. ബിരിയാണി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും കാറ്ററിങ്ങിന് ആൾക്കാരാണ് കൊടുക്കുന്നത്. പിന്നെ കൃഷ്ണപ്രസാദ് ഏട്ടൻ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ്. അതിനകത്ത് ഞാൻ ഇന്ന് വരാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഈ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന മക്കളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ അവരുടെ കൂടെ നമുക്കൊന്ന് പങ്കെടുക്കാൻ പറ്റുമ്പോൾ തന്നെ വലിയ തീർച്ചയായും എന്നെ ഇൻഡിവിജ്വലി അറിയാന്നുള്ള കുറെ ആൾക്കാർ നമ്മൾ വന്നപ്പോൾ തന്നെ കുറെ പേര് പേരെടുത്ത് പറയാൻ. അതിൽ ഒരു കുഞ്ഞുണി മാഷ് എന്ന് പറഞ്ഞിട്ട് വളരെ പൊക്കം കുറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്ക് എത്രയോ അവിടെ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ വരുന്ന കാലം മുതൽ ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ വ്യക്തിയാണ്. പുള്ളിയാണ് എന്നെ കേക്ക് കട്ട് ചെയ്തത്. ഏറ്റവും സീനിയർ ആളാണ് പുള്ളി. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇവിടെ ഉള്ള മെമ്പറിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ പുള്ളിയാണ്. പുള്ളിയെ കൊണ്ടാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം പുള്ളിയാണ്. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇല്ലെങ്കിലും ഇവർ കട്ട് ചെയ്യുന്നത് പുള്ളിയെ കൊണ്ടാണ്. പുള്ളി പിന്നെ നമ്മുടെ അണ്ണൻ വന്നു. എന്താ പറയാനുള്ളത്? ഇതാണ് യഥാർത്ഥ ഒരു സൽപ്രവൃത്തി എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എടുത്തു പറയേണ്ട കാര്യമില്ല. വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളുമാണ്. ഇന്ന് വരാൻ പറ്റിയത് ഭാഗ്യമായി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ അതിന് ഒരു മോശമാണ്. അതാ ഇന്ന് അതിന് വരാൻ പറ്റി ഭയങ്കര സന്തോഷം. അതാണ് നമ്മൾ ഏറ്റവും വലിയ നിരാശുണ്ട്. ഇവരൊക്കെ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന പറയുന്നു. ഒരുപാട് വേറെ ഒന്നുമില്ല. എന്തായാലും ഏട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന് അല്ലെങ്കിൽ നാളെയാണ് ബർത്ത്ഡേ, എന്നാലും ഇന്നത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ചെയ്യുമ്പോൾ ഇതിന്റെ പാർട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. നമ്മുടെ മുകേഷ് ചേട്ടനിക്ക് ഒരു കൂടെ കൂടാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ്, അതെനിക്ക് നേടാൻ പറ്റി. ചങ്കാണ്. വളരെ സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നത്. മുകേഷ് ചേട്ടൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് ഇതിൽ ഭാഗമാകാൻ പറ്റിയത്. വളരെ സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, വേറെ ഒന്നുമല്ല. എനിക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുകേഷ് ചേട്ടൻ്റെ കൂടെ പിറന്നാൾ ദിവസമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയൊക്കെ എൻ്റെ പിറന്നാളിന് ഇതുപോലെ ചെയ്യണം എന്ന് ഞാൻ മുകേഷ് ചേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. ഇതുപോലുള്ള ഇനിയും നല്ല നല്ല എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്, ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊന്നല്ല. ഇതൊക്കെ ഒരാളുടെ മനസ്സിന്റെ ഒരു ബലമാണ്. നമ്മളൊരു കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ ചെയ്യുന്നതിന് അതിനൊരു കുറ്റം മാത്രമായിട്ട് ഒരിക്കലും എടുക്കരുത്. ദയവ് ചെയ്ത് ഒരാളുടെ മനസ്സിന്റെ സന്തോഷമായിട്ട് ഇതുകൊണ്ട് ആർക്കും ഒന്നും നേടാൻ പറ്റും. നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. പ്ലീസ് ദയവ് ചെയ്ത് ഇതിനൊരു നെഗറ്റീവ് രീതിയിൽ എടുക്കാതിരിക്കുക. കാരണം വേറെ ഒന്നും പറയില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നല്ല മഴ വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.